Hello friends, welcome to today's video. Last section sinusoids or sinusoidal quantities എന്താണെന്ന് നോക്കി ഇന്ന് phasor representation of this sinusoidal quantities ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു phasor representationന്റെ ഇൻട്രൊഡക്ഷൻ ഉള്ള കാരണം തന്നെ ഈ sinusoid quantitiesന്റെ mathematical operations addition, subtraction, division, multiplication ചെയ്യുമ്പോൾ കോംപ്ലക്സിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആ കോംപ്ലക്സ് അതായത് നമുക്ക് സിംപ്ലിഫൈഡ് മാനറിൽ എങ്ങനെ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും അതാണ് phasor റെപ്രസെൻറ്റേഷൻ്റെ ഇൻട്രൊഡക്ഷനുള്ള മെയിൻ റീസൺ നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു phasor-നെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് എ കോംപ്ലക്സ് നമ്പർ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി മാഗ്നിറ്റ്യൂഡ് ഓർ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് എ സൈനുസോയിഡ്. ഒരു phasor എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണെന്ന് പറഞ്ഞു. നമ്മൾ phasor-ൻ്റെ റെപ്രസെൻറ്റേഷൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നതിന് മുമ്പ് കോംപ്ലക്സ് നമ്പറിൻ്റെ ചില പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഫസ്റ്റ് വൺ ബൈ വൺ നോക്കാം. നോർമലി കോംപ്ലക്സ് നമ്പർ നമ്മൾ Z എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലെറ്റ് Z is equal to x plus jy. മാത്തമാറ്റിക്സിൽ നമ്മൾ ഐ എന്നുള്ളൊരു ടേം യൂസ് ചെയ്യും. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ ഓർ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ ഈ ഐ എന്ന ടേം നമ്മൾ മോസ്റ്റ്ലി ജെ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇങ്ങനെ എക്സ് പ്ലസ് ഐ വൈ ഈ ഫോമിനെയാണ് റെക്റ്റാങ്കുലർ റെപ്രസെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെക്റ്റാങ്കുലർ റെപ്രസെൻറ്റേഷൻ. And we know how can we plot this x plus jy. This is nothing but imaginary axis and this is nothing but real axis. And let this be x and let this quantity be y. So z is nothing but this one, right? And the magnitude, this line is represented by magnitude r and this angle is nothing but phi. Okay, ഇത് നമ്മൾ മാത്തമാറ്റിക്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. So now I am writing this as r angle phi. ഇതാണ് പോളാർ ഫോം. ഓക്കെ, ആൻഡ് പോളാർ ഫോമിൽ വാട്ട് ഈസ് ആർ? ഹിയർ ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആൻഡ് ഇഫ് വി ടേക്ക് tan phi is nothing but opposite by adjacent. Opposite side is nothing but y, adjacent is nothing but x. For phi equal to tan inverse y by x. Okay, so r is equal to square root of x square plus y square. Phi is nothing but tan inverse y by x. Or we can write r into e power j phi. This is nothing but exponential form. Or we can write in another way. What is x? Here what is x? If we take cos phi to this triangle, ഈ triangle cos phi calculate ചെയ്യണമെങ്കിൽ adjacent side by hypotenuse is nothing but r, or x is equal to r cos phi. Similarly, what is sin phi? Sin phi equal to opposite side, this is nothing but y, opposite side by hypotenuse is equal to r, that is y equal to r sin phi. If we substitute these two values here, we get r into cos phi plus j sin phi. This is nothing but our trigonometric form.
എക്സ്പൊണൻഷ്യൽ ഫോമിനെ നമ്മൾ സംടൈംസ് കോംപ്ലക്സ് ഫോം എന്നും നമ്മൾ പറയും. നോർമലി ഒരു കോംപ്ലക്സ് നമ്പർ സെറ്റിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഫേസർ നമ്മൾ പറഞ്ഞു ഒരു ഇസ് നത്തിങ് ബട്ട് എ കോംപ്ലക്സ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ സെയിം മാനറിൽ നമുക്ക് ഫേസറിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ലേറ്റർ സെക്ഷനിൽ നോക്കാം. അതിന് മുമ്പ് കോംപ്ലക്സ് നമ്പറിൻ്റെ ചില പ്രോപ്പർട്ടീസും കൂടെ എന്താണെന്ന് നോക്കാം. ഓക്കെ, ദിസ് ഇസ് ഐ തിങ്ക് ദിസ് പാർട്ട് ഇസ് ക്ലിയർ ടു യു. റെക്റ്റാങ്കുലർ ഫോം, പോളാർ ഫോം, എക്സ്പൊണൻഷ്യൽ ഫോം ഓർ കോംപ്ലക്സ് ഫോം ആൻഡ് ട്രിഗണോമെട്രിക് ഫോം, റൈറ്റ്? ഓക്കെ, as I have already told, mathematical operations simplify ചെയ്യാനായിട്ടാണ് ഫേസർ റെപ്രസെൻറ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് വൺ ആണ് addition. For that, now I am going to consider two complex numbers Z1 which is equal to x plus ji1, or which can be represented in another way, r1 into angle phi1, and Z2 equal to x2 plus jy2 which is equal to r2 angle phi2. Okay, and now first operation is nothing but addition. Addition is equal to z1 plus z2, or we can write x1 plus x2 plus j into y1 plus y2. Second one is subtraction. In subtraction, we can follow the same rule as in addition, which is equal to x1 minus x2 plus j into y1 minus y2. Next one is multiplication. ഈ രണ്ട് പ്രോപ്പർട്ടിയിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുമ്പോൾ റെക്റ്റാങ്കുലർ റെപ്രസെൻറ്റേഷനാണ് മോർ കൺവീനിയൻറ്റ്. ഓക്കെ, റെക്റ്റാങ്കുലർ റെപ്രസെൻറ്റേഷനിൽ കോംപ്ലക്സ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അഡീഷനും സബ്ട്രാക്ഷനും മോർ ഈസിയർ ആയിരിക്കും. വെയറാസ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ പോളാർ ഫോം ആണ് മോർ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് r1 r2 ഇൻറ്റു ആംഗിൾ phi1 plus phi2. This is nothing but multiplication of two complex numbers. And in division also we prefer polar form only. That is r1 angle phi1 divided by r2 angle phi2, or we can say r1 by r2 into angle phi1 minus phi2. Next is reciprocal. In reciprocal is a special case of division. 1 by z1 is equal to 1 by r1 into minus phi1. Then sixth case, square root. If we take the square root of a complex number, then we can write r1 into angle phi by 2. Remember this formula so that we can solve the problems more easily. The next is complex conjugate. In complex conjugate, z conjugate is equal to x minus jy, or we can say in polar form r minus phi. Okay, right? Addition subtraction നമ്മൾ mostly prefer rectangular. Rest of the all cases നമ്മൾ polar form ആണ് prefer ചെയ്യുക. Complex conjugate rectangular ഫോമിലോ polar ഫോമിലോ നമുക്ക് ചെയ്യാൻ പറ്റും. Okay, so now we are going to start with the phasor representation. ഫേസർ റെപ്രസെൻറ്റേഷൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് യൂലേഴ്സ് ഐഡൻറ്റിറ്റി ഓർ യൂലേഴ്സ് തിയറമാണ്. എന്താണത്? ഇ പവർ പ്ലസ് ഓർ മൈനസ് j5 is equal to
cos phi plus or minus j sin phi. ഇതാണ് യൂലേഴ്സ് ഐഡൻറ്റിറ്റി ഓർ യൂലേഴ്സ് തിയറം എന്ന് പറയുന്നത്. ഈ ഐഡിയയിൽ നിന്നാണ് ഫേസർ റെപ്രസെൻറ്റേഷൻ ഉണ്ടായത്. ഇതിൽ ഈ ടേമിനെ നമ്മൾ റിയൽ ടേം എന്നും ഇതിനെ ഈ റിയൽ പാർട്ടെന്നും ഇതിനെ നമ്മൾ ഇമാജിനറി പാർട്ടെന്ന് പറയും. അതുകൊണ്ട് നമുക്ക് റിയൽ പാർട്ട് ഓഫ് ഇ പവർ ജെ ഫൈ ഈസ് ഈക്വൽ ടു കോസ് ഫൈ, റൈറ്റ്? ഇമാജിനറി പാർട്ട് ഓഫ് e power j phi is equal to sin phi. Let this be equation number A and this be equation number B. Okay, and now I am going to consider our sinusoidal voltage waveform. I am going to consider V of t is equal to Vm cos omega t plus phi. Okay, cos omega t plus phi എന്ന് പറയുമ്പോൾ റിയൽ പാർട്ടാണ് വരുന്നത്. റിയൽ പാർട്ട് ഓഫ് ആർഗ്യുമെൻറ്റ്, അതായത് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് വി എം ഇൻറ്റു ഇ പവർ ജെ ഒമേഗ ടി പ്ലസ് ഫൈ, റൈറ്റ്? And we can split the power as real part of Vm into e power j omega t into e power j phi, right? I think we know x power a plus b is nothing but x power a into x power b. This property is applied over here. പവറിലെ സമ്മ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു ക്വാണ്ടിറ്റീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ നമുക്ക് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. റിയൽ പാർട്ട് ഓഫ് വി, ക്യാപിറ്റൽ വി ഇൻറ്റു ഇ പവർ ജെ ഒമേഗ ടി. ഹിയർ വാട്ട് ഈസ് ക്യാപിറ്റൽ വി? Capital V is nothing but Vm into e power j phi, which is nothing but our phasor. ഈ ഒരു സൈനസോയിഡൽ ക്വാണ്ടിറ്റിയുടെ ഫേസറാണ് V ഈക്വൽ ടു Vm j പവർ ഫൈ. ഓക്കെ, ഈ പവർ ജെ ഒമേഗ ടി എന്നുള്ള ടേം നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ദിസ് ഈസ് എ കോംപ്ലക്സ് നമ്പർ വിച്ച് റെപ്രസെൻറ്റ്സ് ദി ആംപ്ലിറ്റ്യൂഡ്. വി എം ഈസ് വാട്ട്? ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ്. ഫൈ ഈസ് നത്തിങ് ബട്ട് ദി ഫേസ് വിച്ച് റെപ്രസെൻറ്റ്സ് ദി ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് ദി സൈനസോയിഡൽ ക്വാണ്ടിറ്റി, റൈറ്റ്? ഈ കേസിൽ റിയൽ പാർട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സപ്പോസ് ഈ വി ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആയിരുന്നെങ്കിൽ ഈ റിയൽ പാർട്ടിന് പകരം നമുക്ക് ഇമാജിനറി പാർട്ട് ഓഫ് ഈ പവർ ജെ ആർഗ്യുമെൻറ്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ സ്റ്റാൻഡേർഡ് കൺവെൻഷനലിൽ നമ്മൾ കൊസൈൻ ടേംസ് ആണ് പ്രിഫർ ചെയ്യുന്നത്, ഓർ റിയൽ ടേംസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വി ഓഫ് ടീനെ ഫേസർ ക്വാണ്ടിറ്റിയിൽ പ്ലോട്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇൻ മോസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് ബുക്സ് ദിസ് വി ഇൻറ്റു ഇ പവർ ജെ ഫൈ ഓർ വി എം ഇൻറ്റു ഇ പവർ ജെ ഒമേഗ ടി പ്ലസ് ഫൈ എന്നുള്ള ടേമിനെ സൈനർ എന്നൊരു നെയിം വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിൽ സൈനർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ സൈനറിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സർക്കിൾ വിത്ത് റേഡിയസ് Vm, angle is phi. Okay, and we know
ഒരു എക്സ്പൊണൻഷ്യൽ ടേം ഇ പവർ ജെ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റയാണ്. കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂം സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂം 1 ആണ്. ഈ എൻജിനീയറിംഗ് മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ പവർ ജെ തീറ്റ എന്ന് പറയുന്ന കോണ്ടൂർ ഒരു യൂണിറ്റ് സർക്കിളാണ്. യൂണിറ്റ് സർക്കിൾ അതെന്തുകൊണ്ടാണ് ഒരു യൂണിറ്റ് സർക്കിൾ വന്നത്? ഈ തീറ്റയുടെ ഡിഫറെൻറ്റ് വാല്യൂസ് വാരി ചെയ്യുമ്പോൾ നമുക്ക് 1 0 0 1 0 j or -1 0 0 - j ഈ വാല്യൂസ് ആണ് ഇതിൻ്റെ ബൗണ്ടറിയിൽ വരുന്നത്. ഈ ബൗണ്ടറി പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ എല്ലാ വാല്യൂസും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സർക്കിൾ. സെയിം കേസാണ് ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഇ പവർ ജെ തീറ്റയ്ക്ക് പകരം തീറ്റയുടെ വാല്യൂ എന്താണ്? ഇവിടെ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ω_t+5. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഈ കേസിലുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ സർക്കിൾ വന്നത്. അതിൽ ചുമ്മാ നമ്മളൊരു സർക്കിൾ ഇവിടെ വരച്ചതല്ല. ഈ പവർ ജെ ω_t+5 എന്ന ടേമിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ സർക്കിൾ, റൈറ്റ്? ഈ സർക്കിളിൽ നമ്മൾ വേറൊരു റിയൽ ആക്സിസിലോട്ട് നമ്മൾ v(t) എന്ന ടേം കിട്ടുവാനായിട്ട് റിയൽ ആക്സിസിലോട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് നത്തിങ് ബട്ട് അറ്റ് t equal to 0. At t equal to 0, this is nothing but t equal to 0. At t equal to 0, the value is nothing but here. And at this point, the value is over here. And at this point, at this particular point, say at t equal to t0, let this be the value. And if I plot this graph, we will get a sine waveform, which is nothing but our v(t) equal to vm cos ω_t+5. അതായത് vm റേഡിയസ് ഉള്ള ഒരു സർക്കിള് ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ സൈനർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സൈനർ എന്ന ടേം ഞാൻ യൂസ് ചെയ്യുന്നത് vm e പവർ j ഇൻറ്റു ω_t+5 ഇനിയാണ് സൈനർ എന്നതുകൊണ്ട് പറയുന്നത്. vm റേഡിയസ് ഉള്ള ഒരു സർക്കിള് ആസ് ടൈം ഇൻക്രീസസ് റൊട്ടേറ്റ്സ് വിത്ത് ആൻ ആംഗുലർ ഫ്രീക്വൻസി, ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ സൈനറിനെ റിയൽ ആക്സിസിലോട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് v(t) നമുക്ക് കിട്ടുന്നു. v(t) is nothing but vm cos ω_t+5, right? This is nothing but t equal to t0. And at t equal to 0, we got a vector which is nothing but our phasor. At t equal to 0, നമുക്ക് കിട്ടുന്ന വെക്റ്റർ എന്ന് പറയുന്നത് vm ആംഗിൾ ഫൈ ആണ്. vm ആംഗിൾ ഫൈ ഈസ് നത്തിങ് ബട്ട് അവർ vm e പവർ j5. ഇത് എന്ന് പറയുന്നത് അതിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷനും ഇതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോം ഓഫ് റെപ്രസെൻറ്റേഷനും ആണ്, റൈറ്റ്? അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ട്രിഗണോമെട്രിക് റെപ്രസെൻറ്റേഷനിൽ vm ഇൻറ്റു cos 5 + j sin 5 എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, t equal to t0. If we apply t equal to t0, what we will get? vm into e power j5, which is nothing but our phasor. ഈ സൈനറിൽ t equal to 0 എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഫേസർ. അതായത് ഒരു റൊട്ടേറ്റിംഗ് ഫേസർ ആണ് ഈ സൈനർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫേസർ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മളുടെ സൈനർ അല്ലെങ്കിൽ vm e പവർ j ω_t+5. ഇതിൻ്റെ റിയൽ പാർട്ടാണ് നമ്മുടെ ആക്ച്വൽ സിനുസോയിഡൽ ക്വാണ്ടിറ്റി. ഓക്കെ, ഒരു ഫേസർ റെപ്രസെൻറ്റേഷനിൽ v ഈസ് നത്തിങ് ബട്ട് vm ഇൻറ്റു e പവർ j5. ഇതിൽ
ഇ പവർ ജെ ഒമേഗ ടി എന്നൊരു ടേം നമ്മൾ സ്കിപ്പ് ചെയ്തേക്കാണ്, അല്ലെങ്കിൽ ഒരു ടൈം ഡിപ്പെൻഡൻസ് ഉള്ള ഒരു ടേം നമ്മളിവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഇതിൻ്റെ മീനിങ് ഇതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി ആയിട്ട് ഇതിന് യാതൊരു ഡിപ്പെൻഡൻസും ഇല്ല എന്നല്ല. ഇവിടെ നമ്മൾ കണ്ടു ഈ ഫേസർ റൊട്ടേറ്റ് ചെയ്യുന്നത് തന്നെ ഈ ആംഗുലർ ഫ്രീക്വൻസി ഡബ്ല്യു എന്നുള്ള ആംഗുലർ വെലോസിറ്റി ഒമേഗയിലാണ്, ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് ഇവിടെ ഒമേഗ ഈസ് എ കോൺസ്റ്റൻറ്റ് which definitely depends on this value of omega. This omega is nothing but angular frequency, or we can say phasor domain as frequency domain. ഈ ഫേസറിന് ഫ്രീക്വൻസി ആയുള്ള ഡിപ്പെൻഡൻസിനെ ഫ്രീക്വൻസിയോട് ഡിപ്പെൻഡ് ആയതുകൊണ്ട് നമുക്കിതിനെ സംടൈംസ് നമ്മൾ ഫ്രീക്വൻസി ഡൊമൈൻ എന്നും ഫേസർ ഡൊമൈനെ പറയാറുണ്ട്. ഈ വി എം ഇ പവർ ജെ 5 എന്ന് പറയുമ്പോൾ ഇ പവർ ജെ ഒമേഗ ടി അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മളുടെ ഈസിനെസ് ഓഫ് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഈ ഇ പവർ ജെ ഒമേഗ ടി എന്നൊരു ടേം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിവിടെ ഒരു സർക്കിൾ കിട്ടുന്നത്. സർക്കുലാർ മൂവ്മെൻറ്റ് ഓഫ് ദിസ് ഫേസർ കിട്ടാൻ തന്നെ കാരണം ഈ ഇ പവർ ജെ ഒമേഗ ടി എന്നൊരു ടേം ഉള്ളത് കൊണ്ടാണ്. ഈ ഇ പവർ ജെ ഒമേഗ ടീനെ നമ്മൾ റിയൽ ആക്സിസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വി എം കോസ് ഒമേഗ ടി പ്ലസ് 5, അതായത് നമ്മുടെ സൈനസോയിഡൽ ക്വാണ്ടിറ്റി കിട്ടും. അതാണ് ഈ ഫേസർ റെപ്രസെൻറ്റേഷൻ്റെ മീനിങ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു യു. സപ്പോസ് we have given a sinusoidal quantity, say Vm sin omega t plus 5. ഇങ്ങനെ ഒരു സിഗ്നൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ ഫേസർ റെപ്രസെൻറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിനെ കൊസൈൻ ടേമിലോട്ട് മാറ്റുക. കൊസൈൻ ടേം ഈസ് നത്തിങ് ബട്ട് Vm cos omega t plus 5 minus 90 degree. പ്രീവിയസ് സെക്ഷനിലെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിൽ നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ വിച്ച് ഈസ് നത്തിങ് ബട്ട് റിയൽ പാർട്ട് ഓഫ് വി എം ഇൻറ്റു ഇ പവർ ജെ ഒമേഗ ടി പ്ലസ് 5 മൈനസ് 90 ഡിഗ്രി, റൈറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സ്പ്ലിറ്റ് ഇ പവർ ജെ ഒമേഗ ടി എന്നുള്ള ടേം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് ഇ പവർ ജെ 5 minus 90 degree into e power j omega t. ഇതിൽ j omega t എന്നുള്ള ടേം എലിമിനേറ്റ് ചെയ്യുക, ബാക്കിയുള്ള ടേംസിനെ എടുത്തെഴുതുക. ബാക്കിയുള്ള ടേംസിനെ എടുത്തെഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? v is equal to Vm into e power j into 5 minus 90 degree. This is nothing but the ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് സിഗ്നൽ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ കൊസൈനിലോട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ ഈ ആർഗ്യുമെൻറ്റിനെ ഇ പവർ ജെ എന്നുള്ള ടേമിൽ എഴുതുക. ഈ ആർഗ്യുമെൻറ്റിനെ ഫുള്ളായിട്ട് നമ്മൾ ഇ പവർ ജെ എന്നുള്ള ടേമിലോട്ട് മാറ്റുക. ഇതിൻ്റെ ജെ ഒമേഗ ടി എന്നുള്ള ടേം സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതിനുശേഷം ഇതിനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുക, ഈ ടേം ഡ്രോപ്പ് ഔട്ട് ചെയ്യുക. റെസ്റ്റ് ഓഫ് ദ തിങ്സ് വിൽ ഗീവ് അവർ ഫേസർ ക്വാണ്ടിറ്റി, റൈറ്റ്. ഇത് എക്സ്പൊണൻഷ്യൽ ഫോമാണ്. ഇതിന് പോളാർ ഫോമിൽ നമുക്ക് വി എം 5 മൈനസ് 90 ഡിഗ്രി എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, സപ്പോസ് നമുക്ക് ഒരു വാല്യൂൻ്റെ പോളാർ ഫോമാണ് തന്നിരിക്കുന്നത്. സപ്പോസ് ഐ എം ടേക്കിംഗ് വി എം ആംഗിൾ 5. ഇതുപോലൊരു പോളാർ ഫോം തന്നാൽ അതിനെ എങ്ങനെ ഒരു സൈനസോയിഡൽ ക്വാണ്ടിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യും? Amplitude will remains the same and write as cos and put omega t and write the argument term as it is. Write the argument term as it is, which is nothing but our sinusoidal representation. ആംപ്ലിറ്റ്യൂഡിനെ അതുപോലെ എടുത്തെഴുതുക. അതിനുശേഷം cos of angle this face, ഈ ഫേസിനെ അതുപോലെ എടുത്ത് ഒമേഗ ടി പ്ലസ്
ഈ ടേം ഇതായിട്ട് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ ജനറലി സ്റ്റാൻഡേർഡ് ആയിട്ട് കോസ് കൺസിഡർ ചെയ്യാൻ തന്നെ കാരണം ഈ ഒരു അസംഷനിലാണ്. ഇപ്പോൾ കുറച്ച് പേര് സൈനിലാണ് ഇത് ഇമാജിനറി ഓഫ് e⁻j⁻θ എടുക്കുകയാണെങ്കിൽ സൈനിൽ വേണമെങ്കിൽ നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയുള്ളൊരു മിസ്മാച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡായിട്ട് VM ആംഗിൾ φ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇതിനൊരു റിയൽ പാർട്ടായിട്ട് അസ്യൂം ചെയ്ത് കോസിലായിരിക്കും എപ്പോഴും എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2 എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് V is equal to VM angle phi and I is equal to IM angle minus theta. ഇവിടെ ഞാനൊരു രണ്ട് ഫേസസിനെ കൺസിഡർ ചെയ്തു. ഈ ഫേസസിനെ നമ്മളൊരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഫേസർ ഡയഗ്രാം എന്ന് പറയും. when we represent this phases in graphically, then we will get phasor diagram of these two phases. Suppose this is nothing but imaginary axis and this is nothing but real axis, and if I plot VM angle phi which is equal to VM and this is nothing but phi. പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ്. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേഷൻസ് കൺസിഡർ ചെയ്യുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഓർ വി ക്യാൻ സേ ഇൻ അതർ വേ ആസ് പോസിറ്റീവ് ഈസ് നത്തിങ് ബട്ട് ലീഡിങ് ഡയറക്ഷൻ. Okay, here minus theta ആണ്. Minus means lagging or we have to take in the clockwise direction. Minus theta clockwise directionലാണ് നമ്മളെപ്പോഴും നെഗറ്റീവ് വാല്യൂസ് എടുക്കുന്നത്. or we can say lagging. This is nothing but lagging direction. ഇതിൽ എത്ര നമ്പർ ഓഫ് ഫേസസ് തന്നാലും നമുക്കൊരു ഫേസർ ഡയഗ്രാം വെച്ചിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് പോസിറ്റീവ് ഡയറക്ഷൻ ഗിവ്സ് ദി ലീഡിങ് ഡയറക്ഷൻ, നെഗറ്റീവ് ഡയറക്ഷൻ വിൽ ഗിവ്സ് ദി ലാഗിങ് ഡയറക്ഷൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് സിംപ്ലി സൈനുസോയിഡ് ഫേസർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. സൈനുസോയിഡ് ഫേസർ ട്രാൻസ്ഫോർമേഷൻ. ഓർ ഈ സൈനുസോയിഡൽ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം ഡൊമൈനിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ സൈനുസോയിഡൽ ക്വാണ്ടിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫേസർ ട്രാൻസ്ഫോർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള വാല്യൂസിനെയാണ്. ഫ്രീക്വൻസി ഡൊമൈൻ. ഓക്കെ, suppose if our signal is nothing but Vm cos omega t plus phi, then its frequency domain representation is nothing but Vm angle phi. And if it is Vm sin omega t plus phi, which is nothing but Vm angle phi minus 90 degree. Or if it is Im cos angle omega t plus theta, which is nothing but Im angle theta, or we can say Im sin omega t plus theta is nothing but, converting to cosine term, we will have theta minus 90 degree. ഇന്നത്തെ ക്ലാസ്സിനെ ഈ ഒരു രീതിയിൽ നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഏതൊരു സൈനുസോയിഡൽ ക്വാണ്ടിറ്റി തന്നാലും നമുക്കതിനെ അതിൻ്റെ ഇക്വിവാലൻറ്റ് ഫേസർ ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനിൽ സൈനുസോയിഡൽ ക്വാണ്ടിറ്റി തന്ന് ഫേസ് ക്വാണ്ടിറ്റിയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഒരു എക്സാമിൽ അത് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം. ഓക്കെ, റൈറ്റ്, താങ്ക് യു.